ഒരു വർഷത്തോളമായി കാത്തിരിക്കുന്ന ഒരു രക്തക്കാട്ടേരി. അതിന് ആവശ്യം മനുഷ്യരുടെ രക്തമായിരുന്നു. അതുകൊണ്ട് ആ 12 പേരെ കാത്ത് ആ ഒരു പിശാച് ആ ഒരു ബംഗ്ലാവിൽ അവരെ കാത്തിരുന്നു. അവരന്ന് ഊട്ടിയിലേക്ക് യാത്ര പോയ സമയത്ത് ഒരു ബംഗ്ലാവ് അവർ താമസത്തിനായി തിരഞ്ഞെടുത്തു. എന്നാൽ ആ ബംഗ്ലാവ് അവർക്ക് നൽകിയത് അവരുടെ ജീവിതത്തിൽ തന്നെ അവർ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സമ്മാനമായിരുന്നു. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ചില വെക്കേഷൻ ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു യാത്ര പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത് നമ്മുടെ താമസമാണ്. നമ്മളെല്ലാവർക്കും ആവശ്യമുള്ളത് പ്രൈവസിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും താമസിക്കാനായി ലഭിക്കേണ്ടത് ഒരു ആളൊഴിഞ്ഞ, അതുപോലെ വലിയ അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബംഗ്ലാവോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മുറികളോ തന്നെയായിരുന്നു. എൻ്റെ ഈ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെയായിരുന്നു. അവർ 12 പേരടങ്ങുന്ന ഈ സംഘം അന്ന് ഊട്ടിയിൽ താമസത്തിനായി എടുത്ത ആ ഒരു ബംഗ്ലാവ്. അന്നത്തെ രാത്രി അവർ വിചിത്രമായ ഒരു ഗെയിം അവിടെ കളിക്കുന്നു. ആ ഗെയിം കളിച്ചതിന് ശേഷം അവരുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. അതുപോലെ അവർ അന്ന് യാത്ര പോകുന്ന സമയത്ത് അവർ ആ ബംഗ്ലാവിന്റെ ചാവി വാങ്ങിയ ആള് അവരോട് എന്താണ് പറഞ്ഞതെന്നും പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് അയാൾ കടന്നു വന്ന രീതികൾ എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് നോക്കാം. 12 പേരടങ്ങുന്ന ഈ സുഹൃത്തുക്കൾ ഒരു ടെമ്പോ ട്രാവലർ എടുത്താണ് അന്ന് ഊട്ടിയിലേക്ക് യാത്ര പോയത്. നമ്മളെയൊക്കെ പോലെ തന്നെ അവർ 12 പേരും അത്യാവശ്യം വൈബ് ആസ്വദിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അങ്ങോട്ട് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ പോകുന്ന ആ സമയത്ത് മുഴുവൻ അവർ കളിയും ചിരിയും പാട്ടും ബഹളവും അതുപോലെ ചെറിയ രീതിയിലുള്ള വെള്ളമടിയും അങ്ങനെ എല്ലാ രീതിയിലുള്ള കളികളും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ചില ഭാഗങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ വണ്ടിയൊക്കെ നിർത്തി അവരുടെ പ്രധാന കാര്യങ്ങളായ ചായ കുടിയും ഭക്ഷണവുമെല്ലാം കഴിച്ച് അവർ അന്ന് ഊട്ടിയിലെ മലനിരകളെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പതിയെ പതിയെ ഊട്ടിയിലെ ചെറിയ തണുപ്പ് അവരുടെ ശരീരത്തെ ഒരു സുഖകരമായ രീതിയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് അവരുടെ വണ്ടിക്ക് നേരെ ഒരു പടുവൃദ്ധനായ മനുഷ്യൻ മുന്നോട്ട് ചാടിയത്. വണ്ടി ഉടനെ ബ്രേക്കിട്ട് അദ്ദേഹത്തോട് ഡ്രൈവർ എന്തൊക്കെയോ വഴക്കിട്ടു. എന്നാൽ അദ്ദേഹം അവരോടായി പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിക്കൊള്ളുക, നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് അത്ര നന്നല്ല. നിങ്ങളുടെ വണ്ടിയിൽ 12 പേർക്ക് പുറമെ ഒരാളുകൂടിയുണ്ട്, അദൃശ്യനായ ഒരാൾ. അദ്ദേഹം കാരണം നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ യാത്ര ഉപേക്ഷിച്ച് പുറകിലേക്ക് പോവുക എന്ന് ആ വൃദ്ധൻ പറഞ്ഞു. എന്നാൽ വണ്ടി ആ വൃദ്ധനെ മറികടന്ന് അവർ പരസ്പരം പറഞ്ഞു, എന്തോ കള്ളു കുടിച്ച് ഭ്രാന്തനായ ഒരു മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നതൊക്കെയാണെന്ന് പറഞ്ഞ് അവർ വീണ്ടും മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. അങ്ങനെ പോയി അവർ ഊട്ടിയിലെത്തി. ആ സമയത്താണ് താമസിക്കാനായി ലഭിച്ചത് ഒരു ബംഗ്ലാവാണെന്ന് അവർ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് വിഷ്ണു, മനോജ്, അഭിനന്ദ് ഈ 3 സുഹൃത്തുക്കളിൽ വിഷ്ണു ആയിരുന്നു ടൂറെല്ലാം കോർഡിനേറ്റ് ചെയ്തിരുന്നത്. വിഷ്ണു പറഞ്ഞു, നമുക്ക് താമസിക്കാനായി ലഭിച്ചത് ഒരു പഴയ ബംഗ്ലാവാണ്. ആ ബംഗ്ലാവ് നമുക്ക് വളരെ കുറഞ്ഞ വിലയ്ക്കാണ് നമുക്ക് താമസത്തിന് ലഭിച്ചത്. ഒരു ദിവസത്തിന് വളരെ കുറഞ്ഞ വിലയേ ആയിട്ടുള്ളൂ. എന്നാൽ അത് മാത്രമല്ല കാര്യം, നമുക്ക് അവിടെ വളരെ നന്നായി ആസ്വദിക്കാനും അതുപോലെ നമ്മൾ മാത്രമേ അവിടെ ഉണ്ടാകൂ എന്നും അതുകൊണ്ട് നമ്മുടെ ഇഷ്ടം പോലെ ആ ഒരു ബംഗ്ലാവിൽ നമുക്ക് ഒരു ദിവസത്തേക്ക് ജീവിക്കാം എന്നും സുഹൃത്തുക്കളോട് പറഞ്ഞു. എന്നാൽ സുഹൃത്തുക്കളാവട്ടെ ഈ ഒരു ബംഗ്ലാവ് ലഭിച്ചതിൽ അവർ അതീവ സന്തോഷവാന്മാരായിരുന്നു. എന്നാൽ ആ ബംഗ്ലാവിന്റെ കീ അവർക്ക് ലഭിച്ചിരുന്നില്ല. ആ ബംഗ്ലാവിന് അവർ കോണ്ടാക്ട് ചെയ്തിരുന്ന സമയത്ത് ആ ബംഗ്ലാവിന്റെ ഉടമ, ഞാൻ വിദേശത്താണ്, അതിന്റെ ചാവി നിങ്ങൾ ആ ബംഗ്ലാവിലേക്ക് കയറുന്നതിന് താഴെയുള്ള ഒരു ചായക്കടയിലെ ഒരു വൃദ്ധനായ മനുഷ്യന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് അവിടെ നിന്ന് വാങ്ങിച്ച് നിങ്ങൾക്ക് ബംഗ്ലാവ് ഉപയോഗിക്കാവുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടെ അന്ന് രാത്രി ആ ബംഗ്ലാവിന്റെ ചെക്ക് പോസ്റ്റിനടുത്തെത്തി. ആ ചെക്ക് പോസ്റ്റിന് അടുത്തെത്തിയതിനു ശേഷം അതിൽ നിന്നും വിഷ്ണു ഇറങ്ങി ആ ചായക്കടയ്ക്ക് നേരെ നടന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ബംഗ്ലാവിന്റെ ചാവിക്ക് വേണ്ടി വന്നതാണ്. ആ സമയത്ത് അദ്ദേഹം അവരെ നോക്കി പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് തൻ്റെ കയ്യിലെ ചാവി എടുത്ത് വിഷ്ണുവിനെ നേരെ നീട്ടി. എന്നിട്ട് വിഷ്ണുവിനോടായി പറഞ്ഞു, അതൊരു പഴയ ബംഗ്ലാവാണ്, അതുകൊണ്ട് നിങ്ങൾ അതീവ സുരക്ഷിതരായിട്ടിരിക്കുക.
ആ സമയത്ത് വിഷ്ണു പറഞ്ഞു, നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന്. അങ്ങനെയല്ല, അതൊരു പഴയ ബംഗ്ലാവാണ്. എന്തെങ്കിലും തരത്തിലുള്ള അപകടം ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൂടെ 12 പേർക്ക് പുറമെ ഒരാൾ കൂടി നിങ്ങളുടെ വണ്ടിയിൽ സഞ്ചരിക്കുന്നുണ്ട്. അയാളെ കൂടി അവിടെ സുരക്ഷിതമായി എത്തിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കടയിൽ നിന്നും ഒരു 4 ചെറുനാരങ്ങ എടുത്ത് ആ ഒരു ടെമ്പോ ട്രാവലറിന്റെ 4 വീലിനടിയിലും വെച്ച്, എന്നിട്ട് നിങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ ധൈര്യമായി, നിങ്ങളുടെ വഴിയിൽ ഒരു അപകടവും സംഭവിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അവർ എല്ലാവരും കൂടി അന്നത്തെ രാത്രി ആ ബംഗ്ലാവിനടുത്തെത്തി. ബംഗ്ലാവ് കണ്ട ഉടനെ തന്നെ അവരെല്ലാവരും ഭയങ്കരമായിട്ടായിരുന്നു ആ ബംഗ്ലാവിനെ നോക്കിക്കണ്ടിരുന്നത്. കാരണം അത്രയ്ക്കും വലിയൊരു ബംഗ്ലാവ് തന്നെയായിരുന്നു അത്. അത് മാത്രമല്ല, അവരുടെ മനസ്സിൽ ഇന്നൊരു രാത്രി അവർ മാത്രമാണ് ആ ബംഗ്ലാവിൽ. അതുകൊണ്ട് അവർക്ക് അവരുടെ ഇഷ്ടം പോലെ ഇതിനകത്ത് വിലസാമല്ലോ എന്നൊക്കെയായിരുന്നു അവരുടെ മനസ്സിൽ. അങ്ങനെ വണ്ടിയിൽ നിന്നും ബാഗും മറ്റ് അന്നത്തെ രാത്രി ആസ്വദിക്കാനായിട്ടുള്ള മദ്യവും മറ്റ് സാധനങ്ങളും എല്ലാം എടുത്ത് അവരെല്ലാവരും ആ ബംഗ്ലാവിനകത്തേക്ക് കയറി. പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ആ ബംഗ്ലാവ്. വളരെ പഴക്കം ചെന്നതും എന്നാൽ കുറെ കാലങ്ങളായി ആരും കാലതാമസമില്ലാത്തതുമായ ഒരു തരം ബംഗ്ലാവ്. എന്നാൽ ആ ബംഗ്ലാവിന്റെ ഉൾഭാഗങ്ങളൊക്കെ വളരെ ക്ലീനായി വൃത്തിയാക്കി എല്ലാ സാധനങ്ങളും അടുക്കി പെറുക്കി ഒരു താമസയോഗ്യമായ നിലയിൽ വെച്ചിരിക്കുന്നു. അതിനു പിന്നിൽ ആ ചായക്കടക്കാരനാവാം എന്നും അവർ ഊഹിച്ചു. എന്നിട്ട് അതിനുശേഷം അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ മദ്യക്കുപ്പികളും മറ്റ് ബിയർ ബോട്ടിൽസും എല്ലാം എടുത്ത് അന്ന് അവരുടെ ആഘോഷം തുടങ്ങി. അങ്ങനെ ആഘോഷം തുടങ്ങുന്നതിനിടയിലാണ് പെട്ടെന്ന് പുറമെ വല്ലാത്ത രീതിയിൽ മഴ പെയ്യുന്നതായി ശ്രദ്ധിച്ചത്. അവർക്ക് അകത്ത് നിൽക്കുന്ന സമയത്ത് പുറമെ എന്താണ് സംഭവിക്കുന്നതെന്ന് അത്ര വ്യക്തമായിരുന്നില്ല. കാരണം വളരെ പാഴടഞ്ഞ അല്ലെങ്കിൽ വലിയ വലിയ വാതിലുകളും ജനവാതിലുകളുമുള്ള ഒരു കൊട്ടാരം തന്നെയായിരുന്നു അത്. അതുകൊണ്ട് പുറമെ നടക്കുന്ന കാര്യങ്ങളൊന്നും അവർക്കത്ര വ്യക്തമല്ല. എന്നാലും പുറത്ത് മഴ പെയ്യുന്നുണ്ട് എന്ന ഒരു കാര്യം മാത്രം വിഷ്ണുവിനും അഭിനന്ദനുമെല്ലാം മനസ്സിലാക്കി. അങ്ങനെ വിഷ്ണുവും അഭിനന്ദും അവരുടെ ആഘോഷങ്ങളിൽ നിന്നും അല്പം മാറി ഒരു ഭാഗത്തിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടുത്തെ കറണ്ട് പോകുന്നത്. കറണ്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് എല്ലാം അവർ ഓണാക്കിയപ്പോൾ പുറമെ മിന്നലിന്റെ ചിത്രപ്പണികളും മിന്നലിന്റെ വെളിച്ചവും അവരുടെ ജനവാതിലിലൂടെ അകത്തേക്ക് വരുന്നത് അവർ കണ്ടത്. ആ സമയത്താണ് കൂട്ടത്തിൽ അഭിനന്ദ് പറഞ്ഞത്, നമുക്കൊരു വെറൈറ്റി കളി കളിച്ചാലോ? നമ്മൾ വളരെ പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ കളിച്ച തരത്തിലുള്ള ഒരു കളി. ആ സമയത്ത് എല്ലാവരും ചോദിച്ചു, എന്താണ് ആ ഒരു കളി? അതിന് അഖിലും അഭിനന്ദും ഒരുമിച്ച് പറഞ്ഞു, ഒളിച്ചുകളി. നമ്മൾ ഇത്രയും പേരില്ലേ, നമുക്ക് ഒളിച്ചു കളി കളിച്ചാലോ? ട്രോസ് ഇടുന്നതിൽ ഒരാൾ എണ്ണുക, ബാക്കി എല്ലാവരും മറ്റ് എവിടെയെങ്കിലും ഒളിക്കുക. അതിനുശേഷം ഓരോരുത്തരായി കണ്ടെത്തുന്നവർ നിർബന്ധമായും ഈ ബംഗ്ലാവിന്റെ ഈ ഭാഗത്ത്, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് സെന്റർ ഭാഗത്തേക്ക് എത്തേണ്ടതാണ്. ആരെയാണോ അവസാനം കണ്ടെത്തുന്നത് അയാൾ വിജയി എന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷത്തോടു കൂടി നമുക്കങ്ങനെ കളിക്കാം എന്ന് പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അങ്ങനെ കൂട്ടത്തിൽ ഒരാളെ ട്രോസ് എടുത്ത് തിരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹം എണ്ണാൻ ആരംഭിക്കുന്നു. 1, 2, 3, 4 അങ്ങനെ 50 വരെ എണ്ണുകയുണ്ടായി. ആ എണ്ണുന്ന സമയത്തും കറണ്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. മൊത്തം ഇരുട്ട് തന്നെയായിരുന്നു. ഒളിച്ചു കളി കളിക്കാൻ തുടങ്ങിയതിൽ പിന്നെ അവരവരുടെ കയ്യിലെ മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് വരെ അവർ ഓണാക്കി. അഖിലായിരുന്നു ആ എണ്ണാനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. അഖിൽ ഓരോരുത്തരായി ഓരോ ഭാഗത്ത് കയറി ഒളിക്കുന്നതും അതുപോലെ വാതിലടക്കുന്നതുമായിട്ടുള്ള പല ശബ്ദങ്ങളും കേട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ അഖിൽ 50 എണ്ണി തീർത്തതിന് ശേഷം ഓരോരുത്തരെയായി അന്വേഷിക്കാനായി ആ ബംഗ്ലാവിന്റെ പല വഴിയിലൂടെയും നടന്നു. ആദ്യം അഭിനന്ദിനെ തന്നെയായിരുന്നു അഖിൽ കണ്ടെത്തിയത്. എന്നിട്ട് അഭിനന്ദിനോട് പറഞ്ഞു, നിന്നെ കണ്ടെത്തിയിരിക്കുന്നു, നീ എത്രയും പെട്ടെന്ന് ആ ഒരു ഹാളിൽ പോയി നിൽക്കുക. അങ്ങനെ അഖിൽ ഓരോരുത്തരെയായി കണ്ടെത്താൻ തുടങ്ങി. ബാക്കി 3-4 പേരുണ്ടായിരുന്നു കണ്ടെത്താൻ. എന്നാൽ താഴെ ഭാഗത്ത് എല്ലാ ഭാഗത്തും അഖിൽ നോക്കി, എന്നാൽ കാണാൻ സാധിച്ചില്ല. അങ്ങനെയാണ് അഖിൽ ആദ്യത്തെ പടി കയറി മുകളിലെ നിലയിലേക്ക് എത്തുന്നത്. മുകളിലെ നിലയിൽ എത്തിയതിനു ശേഷം അഖിൽ ഒരു പാതി തുറന്ന ഒരു വാതിൽ കണ്ട് അതിനകത്ത് ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കി അവൻ അതിനകത്തേക്ക് ചെന്നു. അതിനകത്തേക്ക് ചെന്ന സമയത്ത് തൻ്റെ കയ്യിലെ മൊബൈൽ ഫ്ലാഷ് ഓണാക്കി അവൻ അവിടെ ഉറക്കെ പറഞ്ഞു, എടാ നീ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, നീ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോ എന്നൊക്കെ. എന്നിട്ട് പെട്ടെന്ന് അവൻ്റെ മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് ഒരു വലിയ കണ്ണാടിക്ക് നേരെയായിരുന്നു നീട്ടിയത്. പെട്ടെന്ന് അവൻ ആ കണ്ണാടിക്ക് നേരെ നീട്ടുന്ന സമയത്ത് അവൻ്റെ പുറകിൽ ഒരു വിചിത്ര രൂപം നിൽക്കുന്നത് പോലെ അവന് തോന്നി. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ രൂപം അവന് പുറകിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവൻ ആ കണ്ണാടിയിലേക്ക് ആ മൊബൈൽ ഫ്ലാഷ് അടിക്കുന്ന സമയത്ത്
അവൻ്റെ പുറകിൽ ആ ഒരു വിചിത്ര രൂപം അതിഭയങ്കരമായി അവനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അഖിൽ അവിടുന്ന് പെട്ടെന്ന് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോയി. ഒരു പക്ഷേ അതെൻ്റെ തോന്നലാവാം, അല്ലെങ്കിൽ മനസ്സിൻ്റെ വിഭ്രാന്തിയാകാം എന്നൊക്കെ പറഞ്ഞ് അവൻ മറ്റൊരു സ്ഥലത്തേക്ക് പോയി. എന്നാൽ അടുത്ത റൂമിലേക്ക് പോകുന്ന സമയത്ത് അവൻ ആ റൂമിന് എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞെങ്കിലും അവന് കാണാൻ സാധിച്ചില്ല ആരെയും. അപ്പോഴായിരുന്നു കട്ടിലിനടിയിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. അങ്ങനെ അവൻ പതുക്കെ തൻ്റെ കയ്യിലെ മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് എടുത്ത് അവൻ കട്ടിലിനടിയിലേക്ക് പോകുന്ന സമയത്താണ് കട്ടിലിനടിയിൽ എന്തോ ഒരു രൂപം അനങ്ങുന്നത് പോലെ തോന്നിയത്. പെട്ടെന്ന് തൻ്റെ കയ്യിലെ മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് എടുത്ത് അതിന് നേരെ അടിച്ചപ്പോഴായിരുന്നു ഒരു ഭീകര രൂപം. മുഖമെല്ലാം ദ്രവിച്ച് അഴുകിയ രീതിയിലുള്ള ഒരു ശവം പോലെ ഒരു രൂപം. പെട്ടെന്ന് തൻ്റെ കൈ വെച്ച് അതിനെ ഒന്ന് മെല്ലെ മലർത്തി നോക്കുമ്പോഴായിരുന്നു അതിന് ജീവനുണ്ടായിരുന്നു. അതൊരു മനുഷ്യനായിരുന്നില്ല, പകരം അതൊരു പിശാചായിരുന്നു. അതും ഒരുപാട് കാലം രക്തം കുടിക്കാനായി ദാഹിച്ചിരിക്കുന്ന ഒരു പിശാച്. അതിൻ്റെ വായിലെ രക്തത്തുള്ളികൾ അവനെ വല്ലാതെ പേടിപ്പെടുത്തി. എന്നിട്ട് അവൻ പെട്ടെന്ന് അലറി വിളിച്ച് അവിടെ നിന്നും മുന്നോട്ട് പോകുന്ന സമയത്താണ് അവൻ്റെ മുന്നിൽ മറ്റൊരു രൂപം കൂടി പ്രത്യക്ഷപ്പെട്ടത്. അതും ഇതേപോലെ തന്നെ ഉള്ള ഒരു രൂപമായിരുന്നു. അത് പുറത്തേക്ക് നാവ് നീട്ടി അവനെ ഭക്ഷിക്കാനെന്ന രീതിയിൽ മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് അതിൻ്റെ വായിൽ നിന്നും വീഴുന്ന രക്തത്തുള്ളികളെ അവൻ വല്ലാതെ ഭയപ്പെട്ടു. എന്നിട്ട് പെട്ടെന്ന് അവൻ ആ ഹാളിലേക്ക് എത്തി എല്ലാവരെയും വിളിച്ചുകൂട്ടി. ആ സമയത്ത് അവൻ കണ്ടുപിടിച്ച കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു. അവൻ്റെ ഈ ശബ്ദം കേട്ട് മറ്റ് 3 പേരും കൂടെ അവിടെ എത്തി. എന്നിട്ട് അവനോട് ചോദിച്ചു, നീ തോറ്റുപോയതുകൊണ്ടാണോ നീ അലറി വിളിച്ചത്? നീ ഞങ്ങളെ ഒന്നും കണ്ടെത്തിയില്ലല്ലോ, നീ കളിയിൽ തോറ്റിരിക്കുന്നു എന്നൊക്കെ സുഹൃത്തുക്കൾ അഖിലിനോട് പറഞ്ഞു. എന്നാൽ അഖിൽ വളരെ ശ്വാസമെടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നിർത്ത്, ഞാനൊരു വല്ലാത്ത രൂപത്തെ കണ്ടു. ആ രൂപത്തെ എനിക്ക് പേടിയായിട്ടു. ആ രൂപം കണ്ടതിൽ പിന്നെ എനിക്ക് പേടിയാണ്. ആ രൂപം മുകളിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. തൻ്റെ സുഹൃത്തുക്കളിൽ ഈ 11 പേരും അത് വിശ്വസിച്ചില്ല. അവൻ പറഞ്ഞു, നിനക്ക് വട്ടാണ്, നീ വല്ല കാര്യങ്ങളും നോക്ക്, നമുക്ക് വീണ്ടും നമ്മുടെ പാർട്ടി അല്ലെങ്കിൽ ഒരു ഡാൻസ് ഒക്കെ തുടങ്ങാം എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു മുകളിൽ നിന്നും ആ പടിക്കെട്ടിലൂടെ എന്തോ ഒന്ന് ഇറങ്ങി വരുന്നത് കണ്ടത്. പെട്ടെന്നടിച്ച ആ മിന്നൽ പിണറിന്റെ വെളിച്ചത്തിൽ അവർ ആ രൂപത്തെ വ്യക്തമായി കണ്ടു. ഒരു വിചിത്രമായ രൂപം, ഒരു പൈശാചിക രൂപം. ആ സമയത്ത് വണ്ടിക്ക് മുന്നിലേക്ക് ചാടി നമ്മളെ വാൺ ചെയ്ത വൃദ്ധന്റെ കാര്യം അവരെല്ലാവരും ഒരേപോലെ ഓർത്തു. എല്ലാവരും നമ്മളോട് പറഞ്ഞു, നമ്മുടെ വണ്ടിയിൽ ഒരാളുകൂടെ ഉണ്ടെന്ന്. നമ്മളാരും അതൊന്നും കാര്യമാക്കിയില്ലല്ലോ, ഇതെന്താണ്, ഇതൊരു പിശാചൊക്കെയാണോ എന്നൊക്കെ അവർ പരസ്പരം ചിന്തിക്കാൻ തുടങ്ങി. ആ സമയത്ത് ആ ഒരു പിശാച് അല്ലെങ്കിൽ ആ ഒരു ആത്മാവ് 12 പേരെ ലക്ഷ്യം വെച്ച് താഴേക്ക് വരികയായിരുന്നു. അങ്ങനെ ആ രൂപത്തെ കണ്ട് അവർ 4 ഭാഗത്തേക്കും ചിതറി ഓടാൻ തുടങ്ങിയപ്പോഴായിരുന്നു പെട്ടെന്ന് താഴെ ചായക്കടയിൽ അവർക്ക് കീ നൽകിയ ആ ഒരു വൃദ്ധൻ അവിടെ ജനവാതിലിനരികെയായി ആ ചില്ലിന് പുറത്തായി ഒരു റാന്തൽ വിളക്കുമായി നിൽക്കുന്നു. ഇവരെല്ലാവരും ആ വൃദ്ധനെ കണ്ട സമയത്ത് ഞങ്ങളെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആ വൃദ്ധന് അടുത്തേക്ക് ഓടി. എന്നാൽ അവർക്ക് മുന്നിലുള്ള എല്ലാ വാതിലുകളും അവർക്ക് തുറക്കാൻ പറ്റാത്ത രീതിയിൽ ബന്ധിച്ചിരുന്നു. എന്നിട്ട് അവിടെയുള്ള എല്ലാവരും ആ ഒരു ജനവാതിലിനരികിലേക്ക് ചെന്ന് ഈ ഒരു വൃദ്ധനോട് പറഞ്ഞു, ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ വൃദ്ധൻ പറഞ്ഞ കാര്യങ്ങൾ അതിക്രൂരമായിരുന്നു. നിങ്ങൾ ഈ 12 പേരെ ഞാൻ ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ പിശാചിനു വേണ്ടി എനിക്ക് 12 പേരെ എല്ലാ വർഷവും ബലി കൊടുക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓരോ വർഷവും വളരെ ബുദ്ധിമുട്ടി 12 പേരെ ഈ ബംഗ്ലാവിനകത്തേക്ക് എത്തിക്കുമായിരുന്നു. ഒരു വർഷത്തോളമായി വിശന്ന് ദാഹിച്ചിരിക്കുന്ന ഒരു രക്തക്കാട്ടേരിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വിശക്കുന്നുണ്ട്, അതിന് 12 പേരുടെ രക്തം ആവശ്യമാണ്. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു നിങ്ങൾ തന്നെ എൻ്റെ മുന്നിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് എൻ്റെ ഈ പൂജ സഫലമായി. നിങ്ങളെ അതിന് ബലി കൊടുത്താൽ എനിക്കിനിയും 12 വർഷം കൂടി ജീവിച്ചിരിക്കാം. അമരത്വം ലഭിച്ചതുപോലെ ഓരോ 12 പേരെ ഓരോ വർഷം അതിന് ബലി കൊടുക്കുമ്പോൾ എനിക്ക് 12 വയസ്സ് കുറയുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അതിന് ബലി കൊടുക്കാൻ തീരുമാനിച്ചത്. നിങ്ങൾക്ക് ഞാൻ നല്ലൊരു മരണം നേരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിലെ റാന്തൽ വിളക്കുമായി ആ ബംഗ്ലാവിൻ്റെ ഓരോ പടികളും ഇറങ്ങി താഴേക്ക് പോകാൻ തുടങ്ങി. ആ സമയത്തായിരുന്നു ആ പിശാച് ഓരോരുത്തരുടെയായി ചോര കുടിക്കാനും അവരുടെ മാംസം ഭക്ഷിക്കാനും തുടങ്ങിയിരുന്നത്. അങ്ങനെ ആ 12 പേരും ഒരു അവശേഷിപ്പ് പോലും തെളിയിക്കാതെ ആ ബംഗ്ലാവിനുള്ളിൽ നിഷ്ക്രൂരം മരണപ്പെട്ടു കഴിഞ്ഞു. അടുത്ത ദിവസം പുലർച്ചെ ആരും വരാത്ത രീതി പോലെ തന്നെ
അവിടെ ആ ഒരു ബംഗ്ലാവ് വീണ്ടും സ്ഥിതി ചെയ്തു. അതിനകത്ത് ഈ 12 ചെറുപ്പക്കാർ വന്നതിന് തെളിവോ അല്ലെങ്കിൽ ഈ 12 ചെറുപ്പക്കാരുടെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ അവരുടെ യാതൊരു വസ്തുക്കളോ അവിടെ ഉണ്ടായിരുന്നില്ല. വീണ്ടും അങ്ങോട്ട് വരാനിരിക്കുന്ന ഒരു 12 പേരെ കാത്തിരിക്കുന്ന ഒരു രക്തകാട്ടേരി അതിനകത്ത് കാത്തിരിക്കുന്നത് പോലെ ആ ബംഗ്ലാവ് വീണ്ടും അവരെ കാത്തിരുന്നു. അടുത്ത 12 പേർ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബംഗ്ലാവിലേക്ക് പോയി ഒരു ദിവസം താമസിക്കാൻ അവസരം ലഭിച്ചാൽ നിങ്ങൾ പോകുമോ? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തും. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.